പറയുന്ന പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതുപോലെ അവരുടെ കയ്യിൽ 2 ഫ്ലാഗ് ഉണ്ടായിരിക്കും, പച്ച ഫ്ലാഗും അതുപോലെ റെഡ് ഫ്ലാഗ് ഉണ്ടായിരിക്കും. ഹലോ ഓൾ, എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന RRB ഗ്രൂപ്പ് ഡിയിൽ ഒരു പോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ബി എന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ആപ്ലിക്കേഷൻസൊക്കെ എല്ലാവരും കൊടുത്തു കാണും. അപ്പോൾ അതിൻ്റെ എക്സാംസുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും നടത്തി വരുമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റിങ്ങിലേക്ക് ആയി നമുക്ക് ആ ഒരു ജോലിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നാൽ അത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും അല്ലേ. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ആ പോസ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിലിങ്ങും എന്താണ് ആ ഒരു ജോബ് പ്രൊഫൈലും വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ജോബ് പ്രൊഫൈൽ വരുമ്പോൾ ഇത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജാണ്, അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ഇത് വരുമ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ് അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാൻ. അപ്പോൾ പോയിന്റ്സ്മാൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ 10th അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് RRBയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് വരിക. നെക്സ്റ്റ് നമുക്കിത് പോസ്റ്റ് പാരാമീറ്റേഴ്സാണ്. ഇതിൽ നമുക്ക് ഏകദേശം കുറേ പോസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാൻ ആണ്. ഞാൻ പറഞ്ഞു ഇത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സബ് ഡിപ്പാർട്ട്മെൻറ്റും ട്രാഫിക് തന്നെയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് A2 ആണ്. ഓക്കെ, പിന്നെ ഇതിലും നമുക്ക് പറയേണ്ടത്, ഇതിലും നമുക്ക് എന്താണ് ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പോയിന്റ്സ്മാൻ ഇപ്പം അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് വന്നപ്പോഴും അത് നമുക്ക് എന്താണ് കുറച്ച് ഡേഞ്ചറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ്. അതായത് പാലങ്ങളിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ ഒരു എന്താണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതും. അപ്പോൾ പോയിന്റ്സ്മാൻ വരുമ്പോഴും സെയിം തന്നെയാണ്. അതായത് ട്രാക്കിലുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ. അതായത് ഇപ്പം ലിവേഴ്സ് പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക, അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പോയിന്റ്സ്മാൻ വരുമ്പോൾ. അപ്പോൾ എന്താണ് ജോബിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിപ്പം വിഷ്വലി ഇമ്പേർഡ് ആയിരുന്നാലും ഹിയറിംഗ് ഇമ്പേർഡ് ആയിരുന്നാലും ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ആയിരുന്നാലും MT ആയിരുന്നാലും എന്താണ് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ് 10 ITI NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. കണ്ടോ, അവിടെ ഒരു പടം തന്നിരിക്കുന്നത് കണ്ടോ. ഒരാൾ അവിടെയുള്ളൊരു എന്താണ് ഒരു ലിവർ പോലത്തെ സാധനം അതിങ്ങനെ പുള്ള് ചെയ്യാണ് അല്ലേ, ഇങ്ങനെ പുള്ള് ചെയ്യാണ്. താഴെ നോക്കിക്കേ, 2 പാളങ്ങൾ. നിങ്ങളിങ്ങനെ പാളങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ ദൂരയാത്ര പോകുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ട്രാക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നത്, അതായത് ഇത് ഓരോ ഡയറക്ഷനിലേക്ക് പോകുന്നതാണ്. അതായത് ഇപ്പോൾ എന്താണ് 2 ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ഷൻ വന്നത് അടുത്ത ഡയറക്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാളം ഇങ്ങനെ മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ ലിവർ ഇങ്ങനെ പുഷ് ചെയ്താണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ്റെ ജോലി. ഇത് അതിൽ ഒരു ജോലിയിൽ ഒരെണ്ണം, അതായത് ലിവറിനെ പുഷ് ചെയ്യുക, അതായത് ഈ പാളങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓട്ടോമാറ്റിക് ലിവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതായത് ഓട്ടോമാറ്റിക്കാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ എന്നാലും ഇത് എല്ലാം എന്താണ് ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്, അതായത് അയൺ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു കരട് കയറിയാൽ പോലും എന്താണ് അവിടെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ കൂടിയും അതിനിടയിലുള്ള എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പോയിന്റ്സ്മാൻ്റെ ഡ്യൂട്ടി. ഇനി ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ലാത്ത സ്ഥലത്ത് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ആര് തന്നെയാണ്, ഈ പറയുന്ന നമ്മുടെ പോയിന്റ്സ്മാൻ തന്നെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്ന, ലിവർ പുള്ളിയ പുഷിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഇപ്പോൾ 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പാളം തിരിച്ചു വിടുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെയിൽവേ മെൻ എന്ന് പറഞ്ഞ മാധവൻ്റെ സിനിമയിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന
എന്താണ് അതിനകത്ത് ഈ പറയുന്ന എന്താണ് പാളങ്ങൾ ട്രാക്കുകളെ തമ്മിൽ മാറ്റി വിടുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇനി ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് ഒരാളുണ്ട്, അയാൾ പോയിന്റ്സ്മാൻ ആണ്. അതിൽ ഫുള്ളി നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഒരു ഗ്യാസ് ട്രാജഡി വെച്ചിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇനി കൂടാതെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ജയറാമിൻ്റെ ഒരു ഫിലിമിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തും പോയിന്റ്സ്മാനെ കാണിക്കുന്നുണ്ട് അല്ലേ. എന്താ കൃഷ്ണഗുഡിയിലെ പ്രണയകാലം, അങ്ങനെ ഒരു ഫിലിമിനകത്തും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഹാൻഡിൽ സ്വിച്ചസ് ഓർ റെയിൽ റോഡ് പോയിന്റ്സ്, അതായത് റെയിൽ റോഡ് പോയിന്റ്സിനെ സ്വിച്ച് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുകയാണ് അവർ ചെയ്യുന്ന ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അടുത്ത കൺട്രോൾ ലിവേഴ്സ് ടു ഡയറക്റ്റ് ട്രെയിൻസ് ടു ദ കറക്റ്റ് ട്രാക്സ്, അതായത് ട്രാക്കിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എന്താണ് ട്രെയിൻസിൻ്റെ, അതായത് ഈ ലിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ട്രെയിൻസിനെ എന്താണ് കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ പറയുന്ന ആരാണ് പോയിന്റ്സ്മാൻ തന്നെയാണ്. ഇനി എന്താണ് കണക്ട് ആൻഡ് ഡിസ്കണക്ട് കോച്ചസ് ഫ്രം ട്രെയിൻസ്, അതായത് കണ്ടോ ഇവിടെ കണ്ടോ, അതായത് നമ്മളിപ്പോൾ കോച്ചസിനെ കണക്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക, ആ പ്രോസസ്സ് കപ്ലിംഗ് ചെയ്യുക, അതൊക്കെ എന്താണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ആണ് ചെയ്യുന്നത്. പോയിന്റ്സ്മാൻ മാത്രമല്ല, അതിന് വേറെ ആൾക്കാരുണ്ട്, ആ ഒരു ജോലിയും പോയിന്റ്സ്മാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് എൻഷുർ ദാറ്റ് സ്റ്റേഷനറി ട്രെയിൻസ് ബ്രേക്സ് ആർ എവേ ഫ്രം ദ ഫൗളിംഗ് മാർക്ക്, അതായത് സ്റ്റേഷനറി ട്രെയിൻസ് ബ്രേക്ക്, അതായത് ട്രെയിനിൻ്റെ ആ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഫൗളിംഗ് മാർക്കിൽ നിന്നും എവേ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുവാണ് എൻഷുർ ചെയ്യുന്നത് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ആണ്. ഫൗളിംഗ് മാർക്ക് എന്ന് പറയുന്നത് ഇതാണ്, അതായത് നമ്മളിപ്പം ഇപ്പോൾ പാളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിമെൻറ്റ് കല്ല് പോലെ ഒരു സംഭവം ഇട്ടേക്കും. അതിന് അതായത് ഒരു ട്രെയിൻ എന്താണ് വരുന്നത്, നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ട്രെയിൻ വരുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ട്രെയിൻ ബ്രേക്ക് ചെയ്ത് നിർത്തുക, കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഫൗളിംഗ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എവേ ആയിട്ടാണ് ഈ പറയുന്നത് എന്താണ് എവേ ആയിട്ടെന്നുള്ളത്, ആ ഫൗളിംഗ് മാർക്കിൽ നിന്നും ഈ പറയുന്ന ട്രെയിൻ ബ്രേക്ക് എവേ ആണെന്നുള്ളത് എൻഷുർ ചെയ്യുകയാണ് പോയിന്റ്സ്മാൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് എൻഷുർ ദാറ്റ് കണക്റ്റിംഗ് ലൈൻസ് ആർ ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻസ്, അതായത് ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഈ പറയുന്ന കണക്റ്റിംഗ് ലൈൻസ് ഒക്കെ എന്താണ് ക്ലിയർ ആണെന്നുള്ള കാര്യം എൻഷുർ ചെയ്യുകയും പോയിന്റ്സ്മാൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി കപ്പിൾ ആൻഡ് അൺകപ്പിൾ വാഗൺസ് ആൻഡ് കോച്ചസ് ഡ്യൂറിങ് ദ ഷണ്ടിങ് ഓഫ് ട്രെയിൻസ്, അപ്പം ട്രെയിൻസിൻ്റെ ഷണ്ടിങ് സമയത്ത് കപ്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ അൺകപ്പിൾ ചെയ്യുക, അതായത് വാഗൺസോ അല്ലെങ്കിൽ കോച്ചസിനെ കപ്പിൾ ചെയ്യുക, എന്താണ് അൺകപ്പിൾ ചെയ്യുക, ഈ ഡ്യൂട്ടീസും കാര്യങ്ങളും ആര് തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന പോയിന്റ്സ്മാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നൽ ട്രെയിൻസ് വിത്ത് എ ഹാൻഡ് ഫ്ലാഗ് ഓർ ലൈറ്റ് ടു പ്രൊസീഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്താണ് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് പച്ചക്കൊടി കാണിക്കുക, ചുവപ്പ് കൊടി കാണിക്കുക. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയില്ല, അതിൽ കുറച്ചും കൂടെ താഴെ വരുന്ന ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞ പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതുപോലെ അവരുടെ കയ്യിൽ 2 ഫ്ലാഗ് ഉണ്ടായിരിക്കും, പച്ച ഫ്ലാഗും അതുപോലെ റെഡ് ഫ്ലാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഏറ്റവും അതായത് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൻ്റെ ഒരു ഇത് കാണും, അപ്പോൾ അവിടെ ആയിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പറിന് പകരമായിട്ടും നിൽക്കാറുണ്ട് കേട്ടോ. ഗേറ്റ് കീപ്പേഴ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിന്റ്സ്മാനെ ആയിരിക്കും അവിടെ ആ ചാർജും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതായത് റൈറ്റ് ഡയറക്ഷനിലാണ് ട്രെയിൻ പോകുന്നത് എന്നുള്ള കാര്യം പച്ചക്കൊടി കാണിക്കുക, ചുവപ്പ് കൊടി കാണിക്കുക എന്നുള്ളതാണ് അവിടെ പോയിന്റ്സ്മാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയും ആര് ചെയ്യുന്നുണ്ട്, പോയിന്റ്സ്മാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് പോയിന്റ്സ്മാന് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഇവരുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ്? കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? കരിയർ ഗ്രോത്ത് ആദ്യം അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആയിട്ടായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ട്രെയിൻസ് ക്ലർക്ക്. ട്രെയിൻസ് ക്ലർക്കിലേക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ വരും. അടുത്ത് വരുന്നത് എന്താണ്, സൂപ്പറിൻറ്റൻഡൻറ്റ്. ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പറിൻറ്റൻഡൻ്റ് ആയിട്ടാണ് ഏറ്റവും ഹയർ മോസ്റ്റ് പോസ്റ്റ് വരുന്നത്. അതായത് ഇത് വർഷങ്ങളോളം ഇരുന്ന് പ്രൊമോഷണൽ പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ട്രെയിൻസ് ക്ലർക്ക് ആവും, പിന്നെ സൂപ്പറിൻറ്റൻഡൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കരിയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് വർക്കിംഗ് അവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അപ്പോൾ 8ന് മേലെയാണ് ഇവർക്ക് വർക്കിംഗ് അവേഴ്സ് കാര്യങ്ങൾ വരിക.
6 days a വീക്കാണ് അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഷിഫ്റ്റ് സിസ്റ്റം അവർക്ക് അവൈലബിൾ ആണ്. ഷിഫ്റ്റിംഗ്, അതായത് ഇപ്പോൾ ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെ. അപ്പോൾ ഇവർക്ക് ഡേ ആൻഡ് നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ ഇവർക്ക് ഓവർ ടൈം ചെയ്യുവാണ്. ഇപ്പോൾ എന്താണ് 2 ഡേ ഒരുമിച്ച്, അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിലും, അതുപോലെ എന്താണ് നൈറ്റ് വീണ്ടും ഒരു ഡേ എടുത്തു, വീണ്ടും ഒരു നൈറ്റ്, അങ്ങനെ ഓവർ ടൈം ഇവർ വർക്ക് ചെയ്യുവാണെങ്കിലും അവർക്കതിൽ സാലറിയിൽ ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സാലറി. അപ്പോൾ സാലറി അറിഞ്ഞിരിക്കുക. നമുക്ക് സാധാരണ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 ആണ്. ഓക്കെ, അതിൽ ഗ്രേഡ് പേ എന്ന് പറയുന്നത് 1,800, അതുപോലെ ബേസിക് പേ 18,000 ആണ്. ഗ്രൂപ്പ് ഡിയുടെ സാലറിയുടെ ഒരു വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഓരോ പോസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും പിന്നെ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരിക. ഏകദേശം ഒരു 22,000, 25,000 ആ ഒരു റേഞ്ചിൽ, 28,000, 8,000 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഈ പറയുന്ന എന്താണ് സാലറി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ DA ഉണ്ട്, അവർക്ക് DA ഉണ്ട്, HRA ഉണ്ട്, TA ഉണ്ട്, ഹോളിഡേ അലവൻസ് ഉണ്ട്, അതുപോലെ ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ, അതായത് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇത് സെലക്ഷൻ പ്രോസസ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് 4 സെലക്ഷൻ പ്രോസസ്സുകളാണ് ഇവിടെ വരുന്നത്. അതിൽ ഫസ്റ്റ് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, കൂടാതെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ, അങ്ങനെ 4 സെലക്ഷൻ പ്രോസസ്സ് വഴിയാണ് ഈ ഒരു എന്താണ് എക്സാമിലേക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആദ്യം CBT പരീക്ഷ നമുക്ക് ഓൺലൈൻ പരീക്ഷയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റാണ്. അത് 90 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ. ടോട്ടലാണ് ഓരോ എന്താണ് സെക്ഷണൽ ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ഡ്യൂറേഷനാണ് പറയുന്നത് 90 മിനിറ്റ്. അതിൽ സയൻസിന് 25 മിനിറ്റ് ആണ്, മാത്സിന് 25 ക്വസ്റ്റ്യൻ ആണ്, മാത്സിന് 25 ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയറിന് 20 ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അവെയർനെസ് ആൻഡ് കറണ്ട് അഫയർ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി, GK റിലേറ്റഡ് വരുന്ന എന്താണ് ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റി, എക്കണോമിക്സ്, അങ്ങനെ വരുന്ന കറണ്ട് അഫയേഴ്സ്, അതെല്ലാമാണ് നമുക്ക് 20 മാർക്കിന് ചോദിക്കുന്നത്. റീസണിങ്ങിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എന്താണ് പർട്ടിക്കുലർ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് കോഡിങ്, ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ, അങ്ങനെ വരുന്ന ഒരു സെറ്റ് ഓഫ് എന്താണ് ടോപ്പിക്സ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് 30 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇനി മാത്സ് എന്ന് പറയുമ്പം നമുക്ക് അരിത്തമെറ്റിക് സെഷൻ ചോദിക്കാറുണ്ട്, അതുപോലെ അഡ്വാൻസ്ഡ് മാത്സ് ലെവലിൽ നിന്ന് ചോദിക്കാറുണ്ട്. കൂടാതെ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ജനറൽ സയൻസിൻ്റെ, അതുപോലെ ലൈഫ് സയൻസസ്, ലൈഫ് സയൻസ് മീൻസ് നമ്മുടെ ബയോളജി, ഓക്കെ, അത്രയും നമുക്ക് അവിടെ സയൻസിലും ചോദിക്കാറുണ്ട്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിനാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് PET, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് എന്ന് PET വരുന്നത് 35 കിലോ വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. അതും എത്ര മിനിറ്റിലാണ്? 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത്. അത് എന്താണ് ഒരു ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ, ആ ലിഫ്റ്റ് താഴെ വയ്ക്കാൻ പാടില്ല. കൂടാതെ 1000 മീറ്റർ ഡിസ്റ്റൻസ് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഒറ്റ ചാൻസിൽ അവർ ഓടിയെടുക്കുക വേണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്കും 20 kg വെയിറ്റ് ആണ്, 100 മീറ്റേഴ്സ് 2 മിനിറ്റ് കൊണ്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ഹോൾഡ് ചെയ്യേണ്ടത്, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത്. അതും എന്താണ് വെയിറ്റ് താഴെ വയ്ക്കാൻ പാടില്ല. കൂടാതെ 1000 മീറ്റേഴ്സ് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് അവർക്കത് ഓടി തീർക്കുകയും വേണം. അപ്പോൾ ഇതാണ് ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് മെഡിക്കലാണ്. മെഡിക്കൽ വരുമ്പോൾ നമുക്കിവിടെ A2 സ്റ്റാൻഡേർഡാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതിൽ A2 എന്ന് പറയുമ്പോഴേക്കും നോക്കിക്കേ, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. അത് ജനറൽ ഫിറ്റ്നസ്സിനകത്ത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇനി വിഷ്വൽ അക്യൂറ്റി വരുമ്പോൾ പോയിൻറ്റ്സ്മാന് എങ്ങനെയാണോ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ആ ഒരു മെഡിക്കൽ, അതായത് വിഷ്വൽ അക്യൂറ്റി വന്നത്, അതുപോലെയാണ് നമുക്കിവിടെ പോയിൻറ്റ്സ്മാനും വരുന്നത്. ഡിസ്റ്റൻറ്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ്, നോ ഫോഗിങ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതായത് 6/9 വിത്തൗട്ട് ഗ്ലാസ് ഇല്ലാതെ പെർഫെക്റ്റ് വിഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം പോയിൻറ്റ്സ്മാൻ
പിന്നെ പ്രൊമോഷനായി സ്റ്റേഷൻ മാസ്റ്ററായി സൂപ്രണ്ടൻ്റായി അങ്ങനെ പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പം സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന നമുക്ക് കണ്ണിന് വളരെ ക്ലിയർ ആയിട്ട് വരണം. അതായത് ദൂരെ നിന്നൊരു ട്രെയിൻ വരുമ്പോൾ അത് എന്തിലാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആയിരിക്കണം ഈ പറയുന്ന എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ആയിരുന്നാലും പോയിന്റ്സ്മാൻ പോസ്റ്റ് ആയിരുന്നാലും. ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ്, അവിടെ ചെറിയൊരു കാഴ്ചയുടെ മങ്ങൽ പോലും ഭയങ്കരമായിട്ട് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടും പറയുന്നുണ്ട്, ഗ്ലാസ് ഇല്ലാണ്ട് 6/9 വിഷൻ അവിടെ ഉണ്ടായിരിക്കണം. കൂടാതെ വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ്, അതായത് ഗ്ലാസ് ഇല്ലാണ്ട് നിയർ വിഷൻ 0.6 ആണ്. അതുപോലെ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോപ്പിക് വിഷൻ, ഇത്രയും വിഷൻ ടെസ്റ്റുകളും കൂടാതെ വേറെ ഉണ്ട് കേട്ടോ ടെസ്റ്റുകൾ. അതുപോലത്തെ വിഷൻ ടെസ്റ്റുകൾ പാസ്സാവുകയും വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ പോയിന്റ്സ്മാൻ ആണ് നിങ്ങൾ ഫസ്റ്റ് വച്ച്, അതായത് എക്സാമിന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുക. അത് മെഡിക്കൽ നോക്കി തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. A2 ആണ് അവിടെ എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാനകത്ത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇതൊരു ഒരു വേഗ് ഐഡിയ പോലെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാൻ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും അപ്പം അധികമായിട്ടൊരു പ്രൊമോഷൻ ഗ്രോത്ത് വരുന്നില്ല, ഒരു കരിയർ ഗ്രോത്ത് വരുന്നില്ല. അതായത് കുറേ വർഷങ്ങൾ ഇരുന്നാണ് ട്രെയിൻസ് ക്ലർക്കും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും സൂപ്രണ്ടൻറ്റും ആയിട്ടൊക്കെ മാറുന്നത്. അപ്പം ഇത്രയും പോസ്റ്റുകളൊക്കെ കാര്യങ്ങൾ വരുന്നുള്ളൂ. ഒരുപാട് വർഷങ്ങൾ ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെയിൽവേക്കുള്ളിൽ നടക്കുന്നുണ്ട്, ആ ഒരു പ്രൊമോഷൻ ഒരു കാര്യങ്ങളും ഗ്രോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ജോബാണ്. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ, നിങ്ങളിപ്പോൾ NTPCയിൽ സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പം എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് RRB ഗ്രൂപ്പ് D വഴി ആ ഒരു സ്വപ്നം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം പോയിന്റ്സ്മാൻ കഴിഞ്ഞു, പിന്നെ കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്ററിലോട്ട് ഉയരാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൂടാതെ നമ്മുടെ എൻട്രിയിൽ ഒരുപാട് കോഴ്സസ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സസ് നമ്മുടെ SSC, RRB, ബാങ്ക് മേഖലകളിൽ ഒരുപാട് കോഴ്സസ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 1 lakh+ വേക്കൻസീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 1500+ റെക്കോർഡ് സെഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു ബാച്ചിനകത്ത്. അതുകൂടാതെ നിങ്ങൾക്ക് ഡിവൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അതൊരു ഇൻട്രാക്റ്റീവ് സെഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ പരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് എൻക്വയറി നടത്തുക. ഇനി ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ എൻക്വയറി കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതിയാവും. അപ്പോൾ കണക്ട് ചെയ്തോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിരിക്കുക. അപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ്സ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.